ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ, സി പ്രോഗ്രാമിംഗിൽ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ലാംഗ്വേജില് ഫോർ ലൂപ്പിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പൈത്തണില് ജനറലി അങ്ങനെ ഫോർ ലൂപ്പ് വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ വൈൽ ലൂപ്പ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും പൊതുവെ വൈൽ ലൂപ്പ് ആണ് കൂടുതൽ എല്ലാവരും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത് നോക്കാം. ദ പൈത്തൺ ഫോർ ലൂപ്പ് ഈസ് ആൻ ഐട്രേറ്റർ ബേസ്ഡ് ഫോർ ദ ലൂപ്പ്. ഒരു ഐട്രേഷന്റെ ബേസിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഇറ്റ് ഗോസ് ത്രൂ ദ സ്റ്റേറ്റ് എലമെന്റ് ഇൻ എനി ഓർഡേർഡ് സീക്വൻസ് ലിസ്റ്റ്, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾസ് അല്ലെങ്കിൽ ഡിക്ഷണറി ഏതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് വലിച്ചിട്ട് ഒരു സീക്വൻസ് ഓർഡറിൽ നമുക്ക് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ സിന്റാക്സ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ ഇഫ് പഠിച്ചു, വൈല് പഠിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഒരുപാട് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓൾമോസ്റ്റ് സെയിം സിന്റാക്സ് ആണ് വരുന്നത് അല്ലെ. സിയുടെ ആയാലും പൈത്തന്റെ ആയാലും ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ഫോർ ലൂപ്പിൽ വരുമ്പോൾ കുറച്ചധികം വ്യത്യാസമുണ്ട്. ഇവിടെ ആ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, ഡിക്രിമെന്റേഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റേഷൻ, ആ ഒരു പ്രോസസ് ഒക്കെ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റിലാണ് അത് നീങ്ങുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പൈച്ചാം എടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇത് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോ സപ്പോസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പ്രിന്റ് റേഞ്ച് ഓഫ് 1 to 100 എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു റേഞ്ച് ഫംഗ്ഷന്റെ ഉപയോഗമാണ് നമുക്ക് പറഞ്ഞു തന്നെ. 1 to 100 വരെയുള്ള വാല്യൂസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിന്റ് റേഞ്ച് ഓഫ് 1 to 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 1 to 100 വരെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യും. 100 ലിസ്റ്റ് ചെയ്യില്ല, സോറി, ഫസ്റ്റ് നമ്പറും സ്റ്റാർട്ടിംഗ് നമ്പറും ലാസ്റ്റ് നമ്പറിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ വരെ പ്രിന്റ് ഉള്ളൂ. 99 വരെയാണ് പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് 100 ഇൻക്ലൂഡിങ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 101 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി 100 കൂടി അവിടെ പ്രിന്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 100 കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു റേഞ്ച് ഫംഗ്ഷൻ, അത് നമുക്കിപ്പോ ഈ 1 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 കൊടുക്കാം. അപ്പോൾ 50 തൊട്ടുള്ളത് പ്രിന്റ് ചെയ്യുന്നത് 50, 51, 52 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി ഇങ്ങനെ വേണ്ട, ഇനിയിപ്പോ 1 to 100 തന്നെയാണ് നമുക്ക് വേണ്ടത്. 1 to 100 തന്നെയാണ് വേണ്ടത്. നമുക്കത് ഒന്ന് ഇടവിട്ടിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ജസ്റ്റ് ഇപ്പോ ഒന്നും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അതായത് ഡിഫോൾട്ട് ആയിട്ട് 1 ഡിഫോൾട്ട് ആണ്. 1 + 1 2 3 4 5. നമ്മളിവിടെ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇടപെട്ട് വരും. 1 3 5 7 9. നമ്മളിവിടെ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2 4 6 8 9. ഇനി ഇവിടെ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 വെച്ച് നമ്മളത് ഏറ്റവും, അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് റേഞ്ച് ഉപയോഗിക്കുക. ആദ്യത്തെ സ്റ്റാർട്ടിങ് എലമെന്റ്, രണ്ടാമത്തെ എൻഡിങ് എലമെന്റ്, ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ നമ്മളിത് ഓപ്ഷനിലാണ്. മൂന്നാമത്തെ കൊടുക്കണമെന്നില്ല, ഡിഫോൾട്ട് ആയിട്ട് 1 വെച്ചാണ് ഇൻക്രിമെന്റ് ആവുക. അല്ല, നമുക്ക് ഇനി 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ 4 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം, അത് പ്രോഗ്രാമിനനുസരിച്ച് മാറ്റം വരില്ലോ. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു എലമെന്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇതൊന്നല്ലാതെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് 100 റേഞ്ച് ഓഫ് 100 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 100 ഡിഫോൾട്ട് ആയിട്ട് 0 തൊട്ടായിരിക്കും തുടങ്ങുക. 0 തൊട്ടായിരിക്കും 0 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യും ഡിഫോൾട്ട് ആയിട്ട്. ഇനി നമുക്ക് പെർട്ടിക്കുലർലി ഒരു 1 തൊട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 തൊട്ടായിരിക്കും ഇവിടെ തുടങ്ങുക. അപ്പൊ ഈ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പൈത്തണിൽ വർക്ക് ചെയ്യുന്നത് ഫോർ ലൂപ്പ് മാത്രമല്ല, റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഒരു കുറച്ചും കൂടി പൈത്തണിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് വേറൊരു ഇനീഷ്യലൈസറിന്റെ ഡിക്ലറേഷൻ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമുക്ക് റേഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നതാണ്. ഇനി ഫോർ ലൂപ്പിലേക്ക് കിടക്കാം. നേരത്തെ നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്തത്? 1 to 100 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം അല്ലേ? അതേ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് ചെയ്യാം. സം എന്ന് പറഞ്ഞ വേരിയബിൾ സം 1 കൊടുക്കാം. സം 1 വേരിയബിൾ നമ്മൾ 0 ആയിട്ട് നമ്മൾ ആദ്യമേ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ, ശ്രദ്ധിക്കുക, ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് സാധാരണ ഇതേപോലെ തന്നെ ഒരു മറ്റേ ഇൻക്രിമെന്റും ഡിക്രിമെന്റിനും വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ഐ ആണ് ഉപയോഗിക്കുക. നമുക്ക് എക്സോ വൈയോ എന്തുകൊണ്ടെങ്കിലും ഉപയോഗിക്കാം. കാരണം ഞാൻ ഐ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വിചാരം ഐ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഐ വേണമെങ്കിൽ ഐ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ്. എന്തുകൊണ്ടെങ്കിലും ഉപയോഗിക്കാം. ഫോർ
എക്സ് അല്ലെങ്കിൽ ഐ, ഏത് വേരിയബിൾ ആണോ നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇൻ ഐ എന്നുള്ള വാക്കിട എക്സ് ഇൻ റേഞ്ച് നമ്മൾ ഉപയോഗിക്കുക. റേഞ്ച് ഓഫ് എത്ര നമുക്ക് 0 നമുക്ക് 100 അല്ലേ, അപ്പൊ 101 നമ്മൾ കൊടുക്കണം. കാരണം എന്താ, 101 കൊടുത്താലാണ് 100 കൂടി അവിടെ ഇൻക്ലൂഡഡ് ആവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കോളൻ ഇടാം അവിടെ. ഇപ്പൊ ഈ റെഡ് കളർ നിൽക്കുന്നത് കണ്ടോ, ആ റെഡ് നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോളൻ ഇടാത്തതിന്റെയാണ് റെഡ് നിൽക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. സം ഈക്വൽ സം 1 ഈക്വൽസ് സം 1 പ്ലസ് എന്താണ് വേണ്ടത്, സം 1 പ്ലസ് എന്താ വേണ്ടത്, എക്സ് അല്ലേ. ഈ വാല്യൂ ഇവിടെ ഏതാണോ വാല്യൂ ആ വാല്യൂ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. പ്രിന്റ് ഏത് പ്രിന്റ് ചെയ്യണ്ടേ, സം 1 പ്രിന്റ് ചെയ്യാം. അപ്പോ ഇത് എന്താണ് ഇതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. അപ്പോ സപ്പോസ് നമ്മൾ സിയിൽ പഠിക്കാറുള്ള സിന്റാക്സ് എങ്ങനെയാ, 4 ഇട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഐ ആണെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഐ പ്ലസ് പ്ലസ് അല്ലെ, ഇങ്ങനൊരു സിന്റാക്സ് ആയിരിക്കാം നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം 4 ഇടും, ഐ ലെസ് ദാൻ ഐ equal to 0, I equal to 0, I less than n, I plus plus, ഇങ്ങനെ സിന്റാക്സ് ആയിരിക്കും. ആക്ച്വലി ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താ നടക്കണേ, ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വേരിയബിളില് ഡിഫോൾട്ട് ആയിട്ട് അതൊരു ഇന്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഡിക്ലെയർഡ് ആവും. 4 കഴിഞ്ഞിട്ട് IN-നിടയിലും 4-ന്റെ ഇടയിലും ഏത് വേരിയബിൾ ആണോ വെക്കണേ അത് ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇന്റിജർ വേരിയബിൾ ആയിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ ഒരു ഗുണം, നമുക്ക് മുകളിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4-ന്റെ ഉള്ളിൽ അതിന് എക്സ് ആയിക്കോട്ടെ ഐ ആയിക്കോട്ടെ ഏത് വേരിയബിൾ ആയിക്കോട്ടെ ഏതായാലും നമുക്ക് ഇവിടെ വെക്കണ വേരിയബിൾ ഓട്ടോമാറ്റിക്കലി അത് ഡിക്ലെയർഡ് ആണ്. 0 അല്ല 0, അത് നമ്മൾ എന്താണോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യണേ, ഐ ലെസ് ദാൻ എൻ അല്ലെ, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇവിടെ എങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യണേ, ഇവിടെ നമ്മൾ റേഞ്ച് ആണ് വെച്ചിട്ടുള്ളത് അല്ലെ. നമുക്കൊരു 100 വട്ടം ഇത് എക്സിക്യൂട്ട് ചെയ്യണം, 1 തൊട്ട് 100 വരെയുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പൊ 100 വരെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് റേഞ്ച് ഓഫ് 101 നമുക്ക് കൊടുക്കുക. അപ്പൊ ആക്ച്വലി എന്താ, ഈ റേഞ്ച് എന്ന് പറഞ്ഞ വേരിയബിളില് 1 തൊട്ട് 100 വരെയുള്ള വാല്യൂ നമ്മളിവിടെ നേരത്തെ പ്രിന്റ് ചെയ്തപ്പോ കണ്ടുപോലെ 100 വരെയുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് ചെക്ക് ചെയ്യും, എക്സ് ഇൻ റേഞ്ച് 101. അതിനർത്ഥം എന്താ, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് എന്ത് വരും, റേഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് വരും. റേഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ എത്രയായിരിക്കും, ഇപ്പൊ നമ്മൾ ഒന്നും കൊടുക്കാത്തത് കാരണം 0 തൊട്ട് കൗണ്ട് ചെയ്യും അല്ലെ. 0 ഓട്ടോമാറ്റിക്കലി ഇതിന്റെ റേഞ്ചിന്റെ ആദ്യത്തെ വാല്യൂ 0 ആയിട്ട് വരും. റേഞ്ചിന്റെ ആദ്യത്തെ വാല്യൂ ഇപ്പൊ എന്താ, റേഞ്ച് എന്നുള്ളത് റേഞ്ചിന്റെ ആദ്യത്തെ വാല്യൂ ഇപ്പൊ എത്ര കിടക്കണേ, 101 നമ്മൾ വെറുതെ കൊടുത്തു എവിടെ തൊട്ട് തുടങ്ങാം, റേഞ്ചിന്റെ ആദ്യത്തെ വാല്യൂ 0 തൊട്ട് ചെക്ക് ചെയ്യും അല്ലെ. നമ്മളിവിടെ 1 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 to 101 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആദ്യത്തെ എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എക്സിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയി മാറി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിച്ചു, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഡിഫോൾട്ട് ആയിട്ട് അവിടെ സംഭവിച്ചില്ലേ, ഐ ഈക്വൽ ടു 0 നമ്മളിവിടെ കൊടുക്കണതിന് പകരം എക്സ് നമ്മളിവിടെ കൊടുത്തു. ഓട്ടോമാറ്റിക്കലി റേഞ്ചിന്റെ ആദ്യത്തെ വാല്യൂ എവിടേക്ക് വന്നു, ഈ എക്സിലേക്ക് വന്നു. രണ്ടാമത് നമ്മളിവിടെ എന്താ ചെക്ക് ചെയ്യാറ്, ഐ ലെസ് ദാൻ എൻ, ഇവിടെ കൊടുത്തേക്കണ വാല്യൂവിനേക്കാളും ചെറുതാണോ ഐ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നത് അല്ലെ. ഇവിടെയും അത് ഓട്ടോമാറ്റിക്കലി ഇൻ ഐ എന്ന് പറഞ്ഞ വാക്കിൽ ഓട്ടോമാറ്റിക് ചെക്ക് ആണ്. ഫോർ എക്സ് എന്ന് പറഞ്ഞ ഓൾറെഡി എന്താണ് ഇപ്പോ 0 ആണ് അല്ലെ. 0 ഈ റേഞ്ചിന്റെ ഉള്ളിലാണോ, ഇൻ റേഞ്ച് 101 റേഞ്ചിന്റെ ഉള്ളിലാണോ 0 ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അതിനുശേഷം വർക്ക് ചെയ്തതിനു ശേഷം പിന്നെ എന്താണ് വർക്ക് ചെയ്യാറ്, ഉള്ളിലത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തതിനു ശേഷം നേരെ വന്നിട്ട് ഐ പ്ലസ് പ്ലസ് ആവും അല്ലെ. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഇങ്ങനെ ഐ പ്ലസ് പ്ലസിന്റെ ആവശ്യമില്ല. റേഞ്ച് കൊടുത്തിട്ട് ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ആ ലൂപ്പിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേഞ്ചിലെ സെക്കൻഡ് നമ്പർ ആയിരിക്കും എടുക്കുക. അതായത് ആദ്യപ്പോ 1, ഇപ്പൊ ആദ്യപ്പോ 0 എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് 1 എടുക്കും, പിന്നെ 2 എടുക്കും, 3 എടുക്കും. ഓട്ടോമാറ്റിക്കലി റേഞ്ച് തന്നെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി സെപ്പറേറ്റ് വേറൊരു ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആക്ച്വലി എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണേ. കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മളിവിടെ പൈത്തണിൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫോർ എക്സ്, ഏത് എക്സോ ഐയോ ജെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കും. ഏത് വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് റേഞ്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം.
റേഞ്ച് 101 102 ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. സം ഈക്വൽ ഇപ്പൊ ഇത് വെറുതെ 0 തൊട്ട് സം നമ്മൾ നേരത്തെ വൈയിൽ നമ്മൾ കണ്ട പോലെ 0 ഈക്വൽ ടു 0 പ്ലസ് ആദ്യം എക്സില് 0 പ്ലസ് 0 ആദ്യത്തെ 0. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ സം എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ് സംഭവിക്കുന്നത്? സമ്മില് സം 1 ആണ് അല്ലെ. സം 1ൽ ഓൾറെഡി എന്താണ് കിടക്കുന്നത്? 0 ആണ് കിടക്കുന്നത്. നേരെ ഈ എക്സിലേക്കും ഈ ഫോർ ലൂപ്പിലേക്ക് വന്നു. ഫോർ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പൊ എന്താണ് നിൽക്കണേ? എക്സ് പറഞ്ഞ വാല്യൂ റേഞ്ച് നമ്മൾ 101 കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് ആദ്യത്തെ 0 ആയിട്ട് ഡിക്ലെയർ ചെയ്യും. 0 ഇൻ റേഞ്ച്. ഇത് 0 ലെസ് ദാൻ 101 ആണോ ഇവിടെ 101 ആണോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് കണ്ടീഷൻ ശരിയാണ്, 101നേക്കാളും ചെറുത് തന്നെയാണ് 0. നേരെ ഇവിടേക്ക് വരും. സം 1 ഈക്വൽ ടു സം 1 ഇപ്പോൾ ഓൾറെഡി എന്താണ് കിടക്കണേ? 0 ആണ് കിടക്കണേ. 0 ഈക്വൽ ടു 0 പ്ലസ് എക്സിന്റെ വാല്യൂ എന്താണ് ഇപ്പൊ നിൽക്കുന്നത്? 0 പ്ലസ് 0 എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി വീണ്ടും നേരെ നമ്മൾ ഇവിടേക്ക് ചെക്ക് ചെയ്തു. ഇവിടെ എക്സിലേക്ക് എത്തി. എക്സിലേക്ക് എത്തുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഓൾറെഡി 0 ആയിരുന്ന റേഞ്ചിന്റെ തൊട്ടടുത്തിലേക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഉണ്ടാവും. 0 കഴിഞ്ഞ എത്രയാണ്? 0 കഴിഞ്ഞ് 1. ഇപ്പൊ ഇവിടെ എക്സിൽ എന്ത് ചെക്ക് ചെയ്യും? 1 ലെസ് ദാൻ 101 ആണോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. അത് ഓട്ടോമാറ്റിക് റേഞ്ച് എക്സ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. നേരെ ഉള്ളിലേക്ക് വന്നു. 0 പ്ലസ് 1. പിന്നെ വീണ്ടും നേരെ ഇവിടെ മുകളിലേക്ക് എത്തുമ്പോൾ എക്സിന് ഓട്ടോമാറ്റിക് എന്താവും? 0 കഴിഞ്ഞു 1 കഴിഞ്ഞു ഓട്ടോമാറ്റിക് എക്സ് ഇവിടെ 2 ആയി ഉണ്ടാവും. ഇവിടെ ഓട്ടോമാറ്റിക് 2 ആയി. 2 ലെസ് ദാൻ 101 ആണോ എന്ന് ചെക്ക് ചെയ്തു. നേരെ ഇതേപോലെ തന്നെ അവസാനം എവിടെ വരെ ചെക്ക് ചെയ്യും? ഇത് 101 ലെസ് ദാൻ 101 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ വരുമ്പോൾ ഇവിടെ 101 വരും, റേഞ്ചിൽ 101 വരും എന്നുണ്ടാവും. അത് ഇവിടെ 101 വരുമ്പോൾ ഓട്ടോമാറ്റിക് എവിടെ വരെ റേഞ്ച് വർക്ക് ചെയ്യുന്നുള്ളൂ? 100 വരെയുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഇവിടെ നമ്മൾ 101 പ്രിന്റ് ചെയ്തപ്പോ റേഞ്ച് 101 പ്രിന്റ് ചെയ്തപ്പോ ഇതിപ്പോ 100 ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 100 പ്രിന്റ് ചെയ്തപ്പോ എവിടെ വരെ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിയുള്ളൂ? 99 വരെ കിട്ടിയുള്ളൂ. അതേപോലെ ഇവിടെ 101 കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ വരെ കിട്ടുള്ളൂ? നമുക്ക് 100 വരെ കിട്ടുള്ളൂ. അപ്പൊ 101 ലെസ് ദാൻ 100 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. നേരെ അടിയിലേക്ക് വരും. അടിയിലേക്ക് വന്നിട്ട് നേരെ ഈ മെസ്സേജ് ഇത് നേരെ പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. 5050 ഇതിപ്പോ ഈ പ്രിന്റ് ലൂപ്പിന്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ്. ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നേരത്തെ ഇവിടെ എടുക്കണ്ടായിരുന്നല്ലേ, ഈ ടാബ് സ്പേസിലേക്ക് എടുക്കണ്ടായിരുന്നത്. ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ റിസൾട്ടും വേണ്ട, നമുക്ക് ഫൈനൽ റിസൾട്ട് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5050 എന്ന് പറഞ്ഞ ആൻസർ. ഇതിപ്പോ ഈ മുകളിലത്തെ പ്രിന്റ് മെസ്സേജ് ആണ് കിടക്കണേ, നമുക്കത് ആവശ്യമില്ല അല്ലേ. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5050 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് നോക്കി നോക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോ ഈ റേഞ്ച് 101 ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല. നമുക്കിപ്പോ വേറൊരു വേരിയബിൾ എടുത്തിട്ട് y ഈക്വൽ ടു റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 101 കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ റേഞ്ചിന് പകരം y എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്യാം. റേഞ്ച് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഇപ്പൊ y ഓൾറെഡി ഒരു വേരിയബിൾ റേഞ്ച് 101 കൊടുത്തു വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് ഇൻ y എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? റേഞ്ച് ഓഫ് 101. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം. നേരത്തെ പോലെ റേഞ്ച് കൊടുക്കണ പോലെ റേഞ്ച് കൊടുക്കണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇവിടെ ആൻസർ കിട്ടി, 5050 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടി. അപ്പൊ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. അപ്പോ ഇത് തന്നെയാണ്. ഇത് വേറെ 1-2 എക്സാമ്പിളുകളോട് പറഞ്ഞിട്ടുണ്ട് ഫോർ ലൂപ്പിന്റെ. ഇതിപ്പോ നമ്മൾ ഈ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേറെ നോക്കിക്കഴിഞ്ഞാൽ പല എക്സാമ്പിളും നമുക്ക് കാണാം. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പൊ ഈ റേഞ്ചിന് ഞാൻ താഴെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോർ ലൂപ്പിൽ ചെറിയ 1-2 പ്രോഗ്രാം ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും തോന്നില്ല. വളരെ സുഖമായിട്ട് പ്രോഗ്രാം ചെയ്യണ്ടല്ലോ, വളരെ സുഖമായിട്ട് ഇവിടെ റിസൾട്ട് കിട്ടണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. അത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കി നോക്കാം. ഈ ഫോർ ലൂപ്പില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഒരു പേടിയും വിചാരിക്കേണ്ട, എന്ത് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, that's all for today. Thank you and good night.